ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്നത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് ആണെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപാണ് എന്നാണ് സൂചന. സിനിമാ നിർമ്മാണം, വിതരണം, തിയേറ്റർ മേഖല തുടങ്ങി സിനിമയിലെ എല്ലായിടത്തും സ്വാധീനമുള്ള ദിലീപാണ് പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്. ദിലീപിൻ്റെ അധീനതയിലുള്ള ഈ പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. ദിലീപിൻ്റെ ഇടപെടൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, പാർവതി തിരുവോത്ത്, ഭാവന തുടങ്ങിയവർക്ക് അവസരം നഷ്ടമായി എന്നും പറയപ്പെടുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പ് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. WCCയിലെ അംഗങ്ങളെ ഒതുക്കാൻ പവർ ഗ്രൂപ്പ് പല രീതിയിലും ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം മലയാള സിനിമ ദിലീപ് എന്ന നടൻ്റെ കൈകളിലായിരുന്നു. കാരണം അമ്മ എന്ന താരസംഘടന തുടങ്ങി സിനിമയിലെ എല്ലാ സംഘടനകളുടെയും തലപ്പത്ത് ദിലീപായിരുന്നു ഉണ്ടായിരുന്നത്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാക്കുകയും ആ കേസിൽ ദിലീപ് പ്രതിയാകുന്നതും വരെ ഇത് തുടർന്നു. ഓരോ സിനിമയിലും ആരാകണം നായകൻ, ആരാകണം നായിക എന്ന കാര്യങ്ങളടക്കം ഒരു സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം എന്ന കാര്യം പോലും തീരുമാനിച്ചിരുന്നത് ദിലീപാണ് എന്നാണ് പറയപ്പെടുന്നത്. 15 അംഗങ്ങളാണ് ഈ പവർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. പൃഥ്വിരാജിനെ ഒതുക്കാൻ വലിയ രീതിയിൽ തന്നെ പവർ ഗ്രൂപ്പിൽ നിന്നും ശ്രമമുണ്ടായി. ഭാവനയുടെ അവസരങ്ങൾ പലതും നഷ്ടപ്പെടുത്തി. പരാതിയുമായി ഭാവന അമ്മയെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. കുഞ്ചാക്കോ ബോബൻ, രമ്യ നമ്പീശൻ തുടങ്ങിയവരും ഒതുക്കപ്പെട്ടു. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്ന് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും WCCയെ ഇല്ലാതാക്കാനും ഈ പവർ ഗ്രൂപ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഇവരെ വെച്ച് സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കളെ പവർ ഗ്രൂപ്പ് സമ്മർദ്ദത്തിലാക്കിയാണ് ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത്. ഈ വിവരങ്ങളുടെ വിശദമായ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ പവർ ഗ്രൂപ്പിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല താരങ്ങളുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.